നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ നമ്മൾ നമ്മുടെ പ്രവാചകൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു സംഭവം നിങ്ങളോട് പറയാം. അബൂലഹബ് നബി തങ്ങളുടെ എളാപ്പയായിരുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുവും കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത് തബ്ബത് യദാ അബീലഹബ്, അബൂലഹബിൻ്റെ കരങ്ങൾ നശിച്ചു പോകട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പോലും ഇറങ്ങിയിട്ടുണ്ട്. അത്രക്കും വലിയ ശത്രുവായിരുന്നു നബി തങ്ങളുടെ എളാപ്പയായ അബൂലഹബ്. എന്നാൽ നബി തങ്ങളുടെ നുബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ പറയുന്ന ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച സമയത്ത് തൻ്റെ അടിമ സ്ത്രീയായ സുവൈബ എന്ന പെണ്ണിനെ അല്ലെങ്കിൽ അടിമ സ്ത്രീയെ അബൂലഹബ് സ്വതന്ത്രയാക്കി. അതിനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച കാര്യം ആദ്യമായി അബൂലഹബിനോട് പറഞ്ഞത് ഈ സുവൈബയായിരുന്നു. ഇത് കേട്ട സന്തോഷത്തിൽ അബൂലഹബ് എന്ത് ചെയ്തു? ഈ സുവൈബ എന്ന സ്ത്രീയെ സ്വതന്ത്രയാക്കി. ഇസ്ലാമിൻ്റെ ശത്രുവായ സ്വന്തം എളാപ്പയായ അബൂലഹബ് മരണപ്പെട്ടതിന് ശേഷം തൻ്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വേറൊരു എളാപ്പ ഈ അബൂലഹബിനെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. സ്വപ്നത്തിൽ ദർശിച്ച സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നു, സഹോദര നിങ്ങളുടെ അവസ്ഥ എന്താണ്? ആ സമയത്ത് അബൂലഹബ് മറുപടി കൊടുക്കുകയാണ്, ഞാൻ നരകത്തിലാണ്. പക്ഷേ എനിക്ക് തിങ്കളാഴ്ച ദിവസം ഒരു സമാധാനം ലഭിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരു ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. അതിനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച സമയത്ത് എൻ്റെ അടിമ സ്ത്രീയായ സുവൈബയെ ഞാൻ മോചിപ്പിച്ചത് കാരണം അള്ളാഹു നബി തങ്ങളോടുള്ള മഹത്വം കാരണം എനിക്കും കൂടി എൻ്റെ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എന്ന് തൻ്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്. ഈ സംഭവം പല പണ്ഡിതന്മാരും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവാചകരെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചാൽ എന്തായാലും നരകശിക്ഷയിൽ നിന്നും അതല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.